യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സേതു, എല്ലാവരുടെയും പിന്നാലെ ഒരു നിഴല് പോലെ നടന്ന എന്റെ മോള് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതെന്തിനാ എന്റെ കുഞ്ഞിനെ ദൈവം ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? സൂര്യ എന്തു പറഞ്ഞു സേതോട്ട? സൂര്യ മാനസികമായിട്ട് തകർന്നിരിക്കുമായ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നമ്മളെപ്പോഴും അവനോ താങ്ങാനാവത്തില്ല. സേതു, ആരോടെങ്കിലും ഒന്ന് പോയി ചോദിക്കും മോനെ, എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന്. ലതേച്ച് പോയിരിക്കല്ലേ അമ്മ, ഇപ്പൊ വരും. ഞാൻ ഇത്രയ്ക്ക് ഗതികെട്ടവളായി പോയല്ലോ എന്റെ ദേവി. എന്തിനാ എന്റെ മോളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി നടന്ന ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം ചുമന്ന് നടന്ന എന്റെ മോളെ എന്തിനാ ദേവി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങള് നിന്നോട് ചെയ്തത്? അമ്മ കരയാതമ്മ, ഭാവനച്ചിക്ക് ഒന്നുമില്ല. നമ്മളൊന്നും വിട്ടിട്ട് ഭാവനച്ചി ഒരിക്കലും പോയില്ല. പോയ പിന്നെ നമ്മളും ഇല്ലല്ലോ. അമ്മേ കരയാതമ്മേ, നമ്മൾ ആരും ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. ദൈവം ഭാവനേച്ചിയെ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് തിരിച്ചു തരും, എനിക്ക് ഉറപ്പാ. പാവം, സൂര്യക്ക് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയായി സംഭവം. ആ കുഞ്ഞിനൊന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. സൂര്യയുടെ വിഷമം കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നമ്മേ, അതാ ഞാനിങ്ങനെ പോകുന്നത്. മോളെ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? സർജറി കഴിഞ്ഞിട്ടില്ല ആന്റി. കഴിഞ്ഞാലും ഉടനെ കാണാൻ പറ്റില്ല. ഇവിടെ വെയിറ്റ് ചെയ്തോളൂ. അമ്മ ഇരിക്കമ്മ. പിന്നെ ജയ, നീ ഇനി ആവശ്യമില്ലാത്ത സംസാരത്തിനൊന്നും വെറുതെ പോരുത്. അറിയാലോ, ഒടുവിൽ നമ്മുടെ മോന് തന്നെ എന്റെ നാണക്കേട്. ഇക്കാര്യത്തിൽ ദേവേട്ടൻ ഇടപെടണ്ട. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെയാ സൂര്യ ഭാവനയുടെ പിന്നാലെ പോയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ പറഞ്ഞേട്ടാത്തൊന്നും സൂര്യ ആദ്യമായിട്ട് ഭാവനയോടൊപ്പം പോയത്. എനിക്ക് ദേവേട്ടന്റെ പഴം പുരാണം ഒന്നും കേൾക്കണ്ട. കേട്ടിടത്തോളം വലിയൊരു അപകടം നടന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് സൂര്യക്കൊന്നും പറ്റാത്തത്. ആദ്യം നിന്റെ ഈ വേറെ തിരിവൊന്നും നിർത്ത്. അല്ലത്തിൽ എന്തിനാ നീ ഈ ഭാവനയും സൂര്യ രണ്ടായിട്ട് കാണുന്നേ? എനിക്കൊരിക്കലും രണ്ടുപേരും വേർതിരിച്ച് കാണാൻ പറ്റില്ല. അവർക്ക് പകരം വെക്കാനായിട്ട് അവരെ ഉണ്ടാവുള്ളൂ. ഇതിനു വേണ്ടിയായിരുന്നോ നീ അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് പോയത്?
എന്റെ ഈശ്വര, ഇത് ഞാൻ എങ്ങനെയാ സഹിക്കേണ്ടത്? സേതു, ഭാവനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? ഓപ്പറേഷൻ നടക്കാങ്ങളെ, ഒന്നും പറയാറായിട്ടില്ല. കരയാതെ ഗായത്രി, ഭാവനയ്ക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? കരഞ്ഞോ ഗായത്രി? നന്നായിട്ട് കരയേ. ഇനിയും നീ കരയാൻ കിടക്കുന്നതേയുള്ളൂ. നോക്കിക്കോ, ഇനി നിന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ അവളിപ്പോ ചോദിച്ചു വാങ്ങിയത്. എന്റെ മോനെ എന്നിൽ നിന്നും അപഹരിക്കാൻ നോക്കിയതിനുള്ള ശിക്ഷയാ ദൈവം കൊടുത്തത്. നോക്കിക്കോ, ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. മോനെ സൂര്യ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതുകൊണ്ടാ പറയുന്നത്, പറഞ്ഞ അനുസരണ വേണോന്ന്. ഞാൻ നിന്നോട് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ കേട്ടോ? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിക്കുമായിരുന്നോടാ. കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കിതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ പറയേണ്ടത് ഇപ്പൊ തന്നെ പറയണം. ഒന്നും പിന്നീടാക്കുന്നത് എന്റെ ശീലമല്ല. ദൈവം ഇതൊന്നും മിണ്ടാതിരിക്കാവോ? അമ്മയ്ക്ക് വേർതിരിവ് കാണിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള സ്ഥലമില്ലത്. ഞാൻ കാരണമാ ഭാവനയ്ക്ക് ഇങ്ങനൊരു അപകടം പറ്റിയത്. അതുകൊണ്ട് വെറുതെ ഭാവനയെ അമ്മ കുറ്റപ്പെടുത്തണ്ട. കുറ്റപ്പെടുത്തിയ ഞാൻ കേട്ടു നിൽക്കാനും പോകുന്നില്ല. അല്ലെങ്കിലും നിനക്ക് ഞാൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഗായത്രിക്ക് ഒന്ന് പോയാ പിന്നെയും 4 എണ്ണം ബാക്കിയുണ്ട്. പക്ഷേ എനിക്ക് നീ പോയാ മറ്റാരുമില്ല. പെറ്റ വയറിന്റെ വേദന നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. കുറച്ചുകൂടി മര്യാദക്ക് സംസാരിക്കേ. സത്യത്തിൽ നിനക്കിതൊക്കെ എങ്ങനെയാ പറ്റുന്നേ? ഒരാപത്ത് കഴിഞ്ഞ് വരുമ്പോ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതിന് കഴിയാത്തവരൊന്നും ആ ഏരിയയിലേക്ക് പോകാനേ പാടില്ല. അകത്ത് ജീവിതത്തിനും മരണത്തിനിടയിൽ പോരാടുന്നത് നമ്മുടെ മകന്റെ ജീവനും കൂടിയാണെന്ന ചിന്ത നിനക്ക് ഉണ്ടായാൽ കൊള്ളാം. ഇവനെ സമാധാനിപ്പിക്കാതെ കുറ്റപ്പെടുത്താനാണ് നീ വന്നതെങ്കിൽ ഇവിടെ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. സ്വന്തം മകന്റെ കണ്ണീര് തുടക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ കുത്തി നോവിക്കാനും കൂടുതൽ കരയിപ്പിക്കാനല്ല നീ നോക്കണ്ടേ. നമ്മുടെ മകനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവളാ ഇപ്പൊ അകത്ത് ജീവന് വേണ്ടി മല്ലിടുന്ന. ഒരല്പമെങ്കിലും നീ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സേതു, സോറി. ജയുടെ സ്വഭാവം നിനക്കറിയാലോ. അത് സാരമില്ല ഞങ്ങളെ. അവതാർക്ക് എപ്പോഴും വരാലോ. അവിടെങ്കിലും മനുഷ്യനെ മനസ്സിലാക്കണ്ടേ, അത്രേ ഉള്ളൂ. സൂര്യ, നീ കരയാതെ. മറ്റാരെക്കാളും നിന്നെയും ഭാവന എനിക്കറിയാലോ. അവളുടെ ജീവന്റെ പകുതിയാണ് നീ എന്നുള്ള സത്യം എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോ എന്റെ ഭാവനകൾക്കൊന്നും സംഭവിക്കത്തില്ല.